ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ഒരു മാധ്യമത്തിന് കൊടുക്കുന്ന ഒരു ബൈറ്റിൽ അദ്ദേഹം പറയുന്നത്, സംവരണത്തിലൂടെ സീറ്റ് നേടിയ ആളെന്ന നിലയിൽ സിദ്ധാർത്ഥന് ക്യാമ്പസിൽ വലിയ തോതിലുള്ള അവഹേളനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ്. ഇത് ഒരു സംവരണ വിരുദ്ധ കൊലയായി തന്നെ ഇതിനെ കാണണം എന്നാണ് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്നത്. എങ്ങനെയാണ് ഒരു OEC കാറ്റഗറിയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ഒരു ഉന്നത കലാലയത്തിൽ പഠിക്കാൻ വേണ്ടി സീറ്റ് നേടുമ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത്, അതും SFIക്ക് മൃഗീയമായ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ആധിപത്യമുള്ള ഒരു ക്യാമ്പസിൽ? SFIക്ക് മൃഗീയമുള്ള എന്നതല്ല, ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് മാത്രം ഡോമിനേഷൻ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും അവിടെ ഫാസിസ്റ്റ് ശൈലികൾ കടന്നു വരും. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ തുടക്കത്തിൽ ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ചർച്ചയെടുത്ത് തന്നെ കൊലക്ക് പിന്നിലുള്ള സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നതാണോ എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷുക്കൂർ വധക്കേസിൽ കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതുതന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് കൊടുത്തതും. SFIയുടെ ഈ കോടതിയെ പറ്റിയുള്ളൊരു പരാമർശം അന്ന് പാർട്ടിയെക്കുറിച്ചായിരുന്നു. സെൽഫ് പ്രൊക്ലൈംഡ് റൂളേഴ്സ് ആർ ക്രിമിനൽ ജസ്റ്റിസിനെ തകർക്കുന്നു എന്നതാണ്. ഞാനിപ്പോൾ പറയുന്നത് SFI ഈ വിഷയത്തിൽ എടുത്ത സമീപനം, നമ്മൾ എന്തുകൊണ്ടാണ് SFI ആണ് ഇത് ചെയ്തത് എന്ന് പറയുന്നത്? കോളേജിൻ്റെ യൂണിറ്റ് സെക്രട്ടറി പ്രതിയാവുന്നു, യൂണിയൻ്റെ ചെയർമാൻ എന്ന പോസ്റ്റ് ഇരിക്കുന്ന പ്രസിഡന്റ് ഇതിൻ്റെ പ്രതിയാവുന്നു. അങ്ങനെ വരുമ്പോൾ സംഘടന അറിയാതെ നീക്കം നടക്കില്ല. പിന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഫോൺ കോൾ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൃതദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. മൃതദേഹത്തിന് അടിവസ്ത്രം മാത്രമാണ് ഇട്ടിരിക്കുന്നത്. എപ്പോഴാണ് അപകടപ്പെട്ട് രാത്രി ആക്രമിക്കുമ്പോൾ ഏത് വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്, അതേ വസ്ത്രം തന്നെ ഇട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. മണിക്കൂറുകളോളം ദിവസങ്ങളോളം പട്ടിണിക്കിടുകയും മണിക്കൂറുകളോളം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരന്തരമായി പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായി ഒരു കൊലപാതകത്തിലേക്കുള്ള എല്ലാ സാഹചര്യ തെളിവുകളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഇങ്ങനെ എഴുതിയത്? പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് ഓപ്പൺലി നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ക്ലാരിഫൈ ചെയ്തൊരു കാര്യമുണ്ട്. അതായത് പരാതി വരുന്നത് സിദ്ധാർത്ഥ് മരണപ്പെട്ടതിന് ശേഷമാണ് ഇതിൻ്റെ പരാതിയായി ഒരു പെൺകുട്ടി വന്നത് എന്ന രൂപത്തിലുള്ള വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ, തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ കൃത്യമായി ഇത് അട്ടിമറിക്കാൻ വേണ്ടി ഈ SFI എടുത്തിരിക്കുന്ന ഒരു പ്ലാനിൻ്റെ ഭാഗമായി അത് ഏറ്റുപിടിച്ചൊരു കുറ്റപത്രവും അതിനനുസരിച്ചുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലീസ് തയ്യാറായി എന്നതാണ് ഏറ്റവും അപകടകരം. മറ്റൊന്ന്, ഇനി അങ്ങോട്ട് തുടക്കത്തിൽ അജിംസ് പറഞ്ഞതാണ് അതിൻ്റെ കൃത്യമായ പോയിന്റ്. ഇതിൽ ഒരു മുൻ MLA നേരിട്ട് ഇടപെട്ടിരിക്കുന്നു. മുൻ MLA നേരിട്ട് മജിസ്ട്രേറ്റിനെ കൊണ്ടുപോയി അവിടെ നിന്നും റിലീസ് ചെയ്തെടുക്കാനുള്ള ഇടപെടൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിവാദി എന്ന് പറയുന്ന തൻ്റെ ഈ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ പതറി തിരിച്ചു പോകുമ്പോൾ ചെരുപ്പ് തപ്പേണ്ട ആവശ്യമില്ലാത്ത ഒരു മുൻ MLAക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോവാനുള്ള പരിശ്രമം നൽകണമെങ്കിൽ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടെടുക്കാനുള്ള പ്ലാനിങ് ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യപടിയാണ് ഇത് റാഗിംഗ് ആണെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ഇത് പൊതുസമൂഹം മുഴുവൻ ചോദ്യം ചെയ്യുകയും റാഗിങ്ങിൻ്റെ എല്ലാ സാധ്യതയും അല്ല, അതിനപ്പുറത്ത് കൊലപാതകത്തിൻ്റെ ഗ്രൗണ്ട് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് മെല്ലെ മെല്ലെ അതിൽ നിന്നും മാറി നടക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് അന്വേഷിച്ച് പഴുതുകൾ ഉണ്ടാക്കി രക്ഷപ്പെടുവാനുള്ള പോയിന്റുകൾ കൊടുക്കാനാണ്. ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഇതിലുള്ള വകുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇതിലെവിടെയാണ് കൊലപാതകത്തിന് നമ്മൾ 302 ഇടണം എന്ന ആവശ്യം ഉന്നയിച്ചോ? അത് അംഗീകരിച്ചോ? ഇല്ല. ഈ കാര്യം നടക്കുന്ന മണിക്കൂറുകൾ മുഴുവൻ 3 ദിവസം തുടർച്ചയായി ഇതിൻ്റെ ബ്ലൂഡാർ നടക്കുന്നുണ്ട്, രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാക്കുന്നുണ്ട്. 326 എവിടെയാണ്? 120B എവിടെയാണ്? ഇതിലൊക്കെയും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് നിഗമനത്തിലേക്കാണ് എത്താൻ കഴിയുന്നത്. ഈ ചോദ്യം പ്രസക്തമാണ് മീഡിയ വണ്ണിൻ്റെ. ഇത് കൊലപാതകം തന്നെയാണെന്നുള്ള എല്ലാ സാധ്യതയും നിൽക്കെ പോലീസ് രക്ഷപ്പെടുത്താൻ സൗകര്യമൊരുക്കുന്നു, അവിടുത്തെ ഡീൻ സൗകര്യമൊരുക്കുന്നു, വാർഡൻ സൗകര്യമൊരുക്കുന്നു. അതുകൊണ്ടാണല്ലോ നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണല്ലോ പോലീസ് ഈ രൂപത്തിൽ റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ഇതിൽ ഇനി ഈ കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ സ്വതന്ത്രമായ അന്വേഷണ ഏജൻസികൾ വരണം. അതിലേക്ക് ഇത് കൊണ്ടുപോവാതെ ഇതിന്റെ സത്യം തെളിയുമെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല എന്നതാണ് ആദ്യത്തെ. ശരി.